സാറേ, നമ്മുടെ സ്റ്റേഷനിൽ ഒരു വയസ്സൻ വന്നിരുന്നില്ലേ? വയസ്സനോ? അതെ സാറേ, കാർത്തികൻ അറിയാന്ന് പറഞ്ഞിരുന്നില്ലേ, ഒരു മെന്റൽ. ആ, അയാളെ ആരോ ക്രൂരമായി കൊന്നു കളഞ്ഞു സാർ. വാട്ട്? സാർ, ഇത് വളരെ ക്രൂരമായി പോയി. എങ്ങനെയായിരിക്കും ഇയാൾ മരിച്ചത്? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മനസ്സിലാവും. അതെ, വഴിമാറ് കുറച്ചങ്ങോട്ട് മാറ്. അങ്ങോട്ട് മാറിയില്ലേ? ആ, മാറി നിൽക്കോ, അങ്ങോട്ട് മാറി നിൽക്കാൻ. ഒന്ന് മനസ്സിലാവില്ലേ? അങ്ങോട്ട് മാറി നിൽക്കേ. നിങ്ങളോടല്ലേ ഒന്ന് ഇറങ്ങി നിൽക്ക്. ചെല്ല്. ഇവിടെ അന്വേഷിച്ചതിൽ പ്രോപ്പറായിട്ടൊരു ആൻസർ കിട്ടിയിട്ടില്ല സാർ. മാറിക്കേ സർ, ഒരു ഇങ്ങോട്ട് മാറ്. സാറേ, മരിച്ചുപോയ ഗോപാലിന്റെ പെട്ടിയാ സാറേ. ഓപ്പൺ ചെയ്യ്. ഓക്കെ സാർ. ഓൺ ലൈറ്റ്സ്. സർ. വേണുഗോപാലിന്റെ പെട്ടിയിലെ കാർത്തിക്കിന്റെ ഫോട്ടോയോ? നമുക്ക് തെറ്റുപറ്റി സാർ. അയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴേ ശരിക്കും അന്വേഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, അല്ലേ സാറേ? ഒരു പക്ഷേ ആ വയസ്സൻ പറഞ്ഞ കൃഷ്ണമൂർത്തി ആയിരിക്കുമോ നമ്മൾ അന്വേഷിക്കുന്ന ആ കാർത്തിക്? കൃഷ്ണമൂർത്തി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാർത്തികാരാ? സാറേ, ഒരുപക്ഷെ കൃഷ്ണമൂർത്തിയുടെ ആത്മാവായിരിക്കുമോ കാർത്തിക്കിന്റെ രൂപത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്? ഉണ്ടായിരിക്കടോ, പ്രേതവും പിശാചും. കുമാർ സാർ, ആ ഫോട്ടോയിൽ ഏതോ സ്റ്റുഡിയോയുടെ പേരുണ്ടായിരുന്നില്ലേ, അത് അന്വേഷിക്കേ. ഓക്കെ സാർ. ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിലുണ്ടായ കൊലപാതകത്തെ തുടർന്ന് ജനങ്ങൾ ഭീതിയിലാണ്ടിരിക്കുകയാണ്. വേണുഗോപാൽ എന്ന വൃദ്ധനെയാണ് ആരോ ക്രൂരമായി കൊന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നാൽ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇതിന് പിന്നിൽ മനുഷ്യനല്ല, അമാനുഷികമായ എന്തോ ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് വേണുഗോപാലിന്റെ പെട്ടിയിൽ പോലീസ് അന്വേഷിക്കുന്ന കാർത്തികിന്റെ ഫോട്ടോ കണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മരിച്ചുപോയ വേണുഗോപാൽ അത് തന്റെ സുഹൃത്ത് കൃഷ്ണമൂർത്തിയാണെന്ന് പറഞ്ഞതായും ആശുപത്രിക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോയിൽ കാണുന്നത് പോലീസ് അന്വേഷിക്കുന്ന കാർത്തിക്കാണോ വേണുഗോപാലിന്റെ സുഹൃത്ത് കൃഷ്ണമൂർത്തിയാണോ? ഈ വേണുഗോപാലിനെ കൊന്നതും 3 പെണ്ണുങ്ങളെ പറ്റിച്ചതും ഈ കൃഷ്ണമൂർത്തി. ഓക്കെ സാർ, പറഞ്ഞോളൂ. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൃഷ്ണമൂർത്തിയുടെ ആത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഈ കൊലപാതകം ചെയ്തത് സാധാരണ മനുഷ്യരല്ലെന്നും അമാനുഷികമായ എന്തോ ആണെന്നുള്ളതാണെന്നാണ് ഇവിടുത്തെ പരിസരവാസികൾ പറയുന്നത്. ഈ വേണുഗോപാലിനെ കൊന്നതും 3 പെണ്ണുങ്ങളെ പറ്റിച്ചതും കൃഷ്ണമൂർത്തി പ്രേതമായി വന്ന് കാർത്തികിന്റെ ശരീരത്തിൽ കടന്നുകൂടി ചെയ്തു കൂട്ടിയതെന്നാണ് സംശയം.
സാർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാർത്തികിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് സാർ. സാറേ, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തികനെ ഞാൻ കണ്ടു സാറ്. ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് സാർ. സാർ, സാർ, അവൻ എഴുന്നേൽക്കുന്നു സാർ. അവൻ എന്നെ തുറച്ചു നോക്കുന്നു സാർ. എനിക്കത് പേടിയാവുന്നു സാർ. അവൻ 10 കിലോമീറ്ററിൽ കൂടുതൽ പോയി കാണില്ല. പോലീസ് സ്റ്റേഷനിലും ചെക്ക് പോസ്റ്റിലെല്ലാം അലർട്ട് ചെയ്തേക്ക്. യെസ് സാർ. ഒരുപാട് നാളത്തെ അന്വേഷണത്തിന് ശേഷം അവനെക്കുറിച്ചൊരു വിവരം കിട്ടുന്നത്. വിടരുതവനെ. ഡ്രൈവർ, ഇപ്പോ ഇവിടുന്ന് ഏതെങ്കിലും വണ്ടി പോയോ? ഇല്ല സാർ, ഞാൻ കണ്ടിട്ടില്ല സാർ. അതെ സാറേ, ഇപ്പോഴാ 10 മിനിറ്റ് മുമ്പ് ഒരു ക്യാബ് പോയത്. ഏത് ഭാഗത്തേക്കാ പോയത്? അശോക് നഗർ വരുമെന്ന് ചോദിച്ചു. റേറ്റ് പറ്റാത്തതുകൊണ്ട് വേറെ ക്യാബിൽ പോയി. പവൻ, യെസ് സാർ. ആ ക്യാബിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ഓക്കെ സാർ. സർ സർ, സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടത് ഓല ക്യാബാത്രേ. വണ്ടി നമ്പർ TN 09 EC 1522. ക്യാബ് പുറപ്പെട്ട ഏതാനും നിമിഷങ്ങളായിട്ടേ ഉള്ളൂ. ബുക്കിംഗ് നെയിം കാർത്തിക് നാ സാറേ. സാറേ, എന്താ ചെയ്യാ? ആ വണ്ടിയല്ലേ? അതെ, അത് തന്നെ സാറേ. ഗോ ഫാസ്റ്റ്, ഗോ ഫാസ്റ്റ്. നീൽ ഡൗൺ, നീൽ ഡൗൺ. പറഞ്ഞു കേട്ടില്ലേ? നീൽ ഡൗൺ. പ്രധാന വാർത്തകൾ. പല പെൺകുട്ടികളെയും കല്യാണം കഴിച്ച് വഞ്ചിച്ച കേസിൽ ഒരുപാട് അഭ്യൂഹങ്ങൾക്കൊടുവിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന കുറ്റവാളി കാർത്തിക് പിടിയിലായി. പറയടാ, സത്യം പറയടാ. പറയാനല്ലേ പറഞ്ഞേ? സത്യം പറഞ്ഞോ? നിന്നെ കൊണ്ട് സത്യം ഞാൻ പറയില്ല. കണ്ടുപിടിച്ചു തരുന്നു വിചാരിച്ചപ്പോ ഇങ്ങനെ അടിക്കാൻ മാത്രം എന്തുണ്ടായേ? വിട് സർ, പ്ലീസ്. കാർത്തിക്, ഇത്രയും നാള് നീ എവിടെയായിരുന്നു? ഞാനില്ലാതെ നീ ഇത്രയും ദിവസം എങ്ങനെ ജീവിച്ചു? ആരാ നീ? സർ, ഈ പെണ്ണ് ഏതാന്ന് എനിക്കറിയില്ല. കാർത്തി, എന്താ പറ്റിയ നിനക്ക്? സർ, അന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലേ സർ, അവള് കള്ളം പറയുക. എന്റെ ഹസ്ബൻഡ് ഇങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല. കാർത്തിക്, എവിടെയായിരുന്നടാ നീ? ഇവിടെ എന്തായി നടക്കുന്നത്? ആദ്യം ഇവിടെ ആരാന്ന് ചോദിക്കും സർ. വിട്, നീ ആരാ? അപ്പോ ഇവർ രണ്ടുപേരും ആരാണെന്ന് പോലും നിനക്കറിയില്ല? അറിയില്ല സർ എനിക്ക്. സ്വാമി, എല്ലാരും പിടിച്ച് പുറത്താക്കുക.